ശ്രീ ഗോപിനാഥ് മുതുകാടിനെ പറ്റിയും അദ്ദേഹം നടത്തുന്ന ഡിഫറെന്റ് ആർട്ട് സെന്റർ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിനെ പറ്റിയും ഒത്തിരി ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ ആരോപണങ്ങൾ വായിച്ചിട്ട് അതിൽ എൻ്റെ ഒരു വിശകലനവും എൻ്റെ ഒരു അഭിപ്രായവും രേഖപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ ആരോപണങ്ങളൊക്കെ ഞാനൊന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് അത് ഓരോന്നായിട്ട് എടുക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പരാതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വൈകല്യമുള്ള കുട്ടികളെ പരിശീലിപ്പിക്കാൻ പ്രത്യേക പരിശീലനം കിട്ടിയ ആൾക്കാരല്ല ഈ ഡിഫറെന്റ് ആർട്ട് സെന്ററിൽ ഉള്ളത് എന്നുള്ളതാണ്. ഞാൻ ഒരു ഡോക്ടർ ആയതുകൊണ്ടും ഇത്തരം ഒരു കുട്ടികളെയെല്ലാം ചികിത്സിച്ചിരുന്ന ഒരു ആശുപത്രിയിൽ മേധാവിയായി ജോലി ചെയ്തതുകൊണ്ടും പറയാം, ഈ വൈകല്യമുള്ള കുട്ടികൾക്ക് വൈകല്യം ഒന്നായിട്ടല്ല വരിക, ഒത്തിരി വൈകല്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ പ്രത്യേക പരിശീലനം സൃഷ്ടിച്ച ആൾക്കാർ വേണമെങ്കിൽ കേൾവി പരിശോധിക്കാൻ ഒരാൾ വേണം, കാഴ്ചയ്ക്ക് ഒരാൾ വേണം, സ്പീച്ച് ഒരാൾ വേണം, ഓക്യുപേഷണൽ തെറാപ്പി ഒരാൾ വേണം, ഫിസിയോതെറാപ്പി ഒരാൾ വേണം, ലേണിംഗ് ഡിസബിലിറ്റിക്ക് ഒരാൾ വേണം, ബിഹേവിയർ തെറാപ്പി കൊടുക്കാൻ ഒരാൾ വേണം. ഇങ്ങനെ ഒരു എന്താ പറയുക, വിദഗ്ധരുടെ ഒരു കൂട്ടം, അതിനെ നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി ടീം എന്ന് പറയും. അതുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഒരു സംഭവം, അതായത് പ്രത്യേക പരിശീലനം സൃഷ്ടിച്ച ആൾക്കാരുടെ ഒരു കൂട്ടം ഉണ്ടാവാൻ പറ്റൂ. അത് ആശുപത്രിയിലേ ഉണ്ടാവാൻ പറ്റും. അതൊരു ആർട്ട് സെന്ററിൽ എന്തായാലും ഉണ്ടാവാൻ പറ്റില്ല. പിന്നെ ആർട്ട് സെന്റർ ഫ്രീ ആയിട്ടാണ് നടത്തുന്നത്. അപ്പൊ അവിടുത്തെ ആൾക്കാർക്ക്, ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പളവും ചെറുതായിരിക്കും. അത് എനിക്കറിയാം. കാരണം ഞാൻ ആശുപത്രി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ താൽക്കാലികമായി എടുക്കുന്ന ജീവനക്കാർക്ക് ഒരു 15 അല്ലെങ്കിൽ 20,000 രൂപയെ കൊടുക്കാറുള്ളൂ. അത്രേ കൊടുക്കാൻ സാധിക്കുള്ളൂ. അതും അത്ര തന്നെ ആയിരിക്കും ശ്രീ മുതുകാടിനും കൊടുക്കാൻ സാധിക്കുക. ആ ഒരു സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് മെയ്ഡിന് കിട്ടുന്ന സാലറിയാണ്. ഈ ശമ്പളത്തിൽ കുറെ വിദഗ്ധന്മാരെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീ മുതുകാടിന്റെ സ്ഥാപനത്തിൽ അങ്ങനെ വിദഗ്ധന്മാരൊന്നും ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. പിന്നെ അവിടെ ആരായിരിക്കും ഉണ്ടാവുക? ഈ വൈകല്യമുള്ള കുട്ടികളുമായിട്ട് ഇടപഴകാനും അവരെ പഠിപ്പിക്കാനും ഉള്ള സന്മനസ്സുള്ള കുറച്ച് കലാകാരന്മാരോ കലാകാരികളോ ഒക്കെ ആയിരിക്കും അവിടെ ടീച്ചേഴ്സായിട്ട് ഉണ്ടാകുന്നത് എന്നാണ് എൻ്റെ ഒരു ഊഹം. അത് മാത്രമേ സാധിക്കുള്ളൂ. ഈ വൈകല്യമുള്ള കുട്ടികളുടെ കലാവാസന പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ ഇത് മതി. പക്ഷെ വൈകല്യമുള്ളവരുടെ കുട്ടികളുടെ വൈകല്യങ്ങൾ കുറച്ചു കൊണ്ടുവരികയും ഇമ്പ്രൂവ്മെന്റ് വരുത്തുകയും ഒക്കെയാണ് ഉദ്ദേശമെങ്കിൽ അതിന് ആശുപത്രി തന്നെ വേണം. അതിനൊരിക്കലും ഒരു ആർട്ട് സെന്റർ ഒരു സ്ഥലമേ അല്ല, അതിനുള്ള സ്ഥലമല്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പാട്ട് പാടാനായിട്ട് ഒരു അഭിരുചിയുള്ള കുട്ടിയാണ്, കുറച്ചൊക്കെ പാടും. അതിനെ നമ്മൾ ആർട്ട് സെന്ററിൽ കൊണ്ടുവന്ന് പാട്ട് പഠിപ്പിക്കുന്നു. പക്ഷെ കുട്ടി ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് നോക്കണം. കാരണം വൈകല്യമുള്ള കുട്ടിയല്ലേ, പല വൈകല്യങ്ങൾ കാണും. അപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കേൾവി പരിശോധിച്ചപ്പോൾ ഹൈ ടോൺ ഡെഫിനസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ ഹൈ ആയിട്ടുള്ള ടോണുകൾ കുട്ടി കേൾക്കുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെ കുട്ടി അത് പാടും? അപ്പൊ എന്താ ചെയ്യേണ്ടത്? അതിന്റെ കേൾവി പരിശോധിക്കണം, പരിശോധിച്ചിട്ട് അതിന് വേണ്ട ഹിയറിംഗ് എയ്ഡ് കൊടുക്കണം, എന്നിട്ട് പഠിപ്പിക്കണം. ഇത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമുള്ള ആശുപത്രിയിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. ഇതൊരിക്കലും ഒരു ആർട്ട് സെന്ററിൽ നടക്കുന്നതല്ല. അതാണ് ഞാനത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഉദാഹരണം പറഞ്ഞത്. ശ്രീ മുതുകാടിന്റെ സ്ഥാപനത്തിലെ ചില ജീവനക്കാർ വളരെ പരുഷമായിട്ട് പെരുമാറി എന്നൊരു പരാതിയുണ്ട്. ഞാൻ ഈ കുട്ടികളുടെ, ഈ വൈകല്യം ബാധിച്ച കുട്ടികൾക്കായിട്ടുള്ള പ്രത്യേക സെന്റർ, അതിന് നമ്മൾ DEIC REIC എന്നൊക്കെ പറയും, ഏർലി ഇന്റർവെൻഷൻ സെന്റർ, അതും കൂടെ ഉള്ള ഒരു ആശുപത്രിയിൽ ജോലി ചെയ്ത ആളാണ്. അതുകൊണ്ട് എനിക്കറിയാം അവിടെ വരുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ്. അവിടെ വരുന്ന മാതാപിതാക്കൾ പലരും ഈ കുട്ടികളോട് ജീവനക്കാര് പരുഷമായി പെരുമാറിയെന്നും ഡോക്ടർമാരുൾപ്പെടെ പരുഷമായി പെരുമാറിയെന്ന് പരാതി തന്നിട്ടുണ്ട്. അതിനെതിരെ ഞാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, അതിന് എൻക്വയറി നടത്തിയിട്ടുണ്ട്. അപ്പോ അവരാരും തന്നെ ഈ സ്ഥാപനത്തെ, അതായത് ഈ ആശുപത്രിയുടെ തെറ്റല്ല പറഞ്ഞത്. ഈ ഒരാള് തെറ്റ് കാണിച്ചു, അയാളെ ശിക്ഷിക്കണം, അയാളെ മാറ്റണം, അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. അപ്പം ശ്രീ മുതുകാടിന്റെ സ്ഥാപനത്തിനെ സംബന്ധിച്ചും അങ്ങനെ വേണം അപ്രോച്ച് ചെയ്യാൻ. ഒരാള് മോശമായി പെരുമാറിയ അയാളെ മാറ്റണമെന്ന് വേണം പറയാൻ, അല്ലാതെ മുതുകാടിന്റെ സ്ഥാപനം അടച്ചുപൂട്ടുക എന്നല്ല പറയുന്നത്. പിന്നെ ഇപ്രകാരം പെരുമാറ്റം കാണിക്കുന്നവര് ശരിക്കും പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ കാണുള്ളൂ.
ഒരു 4-5 പേര് കാണുമായിരിക്കും. ഒരു 150 മുതൽ ഒരു 300 വരെ ഉള്ള എന്താ പറയുക, അന്തേവാസികൾ എന്ന് പറയാൻ നോക്കില്ല, അവരവിടെ താമസിക്കുന്നില്ല, വിദ്യാർത്ഥികളുള്ള ഒരു ആർട്സ് സെന്ററിൽ ഒരു 5-6 പേര് പരുഷമായിട്ട് പെരുമാറിയാൽ ആ സ്ഥാപനത്തിനെ മൊത്തമായിട്ട് അടച്ചാക്ഷേപിക്കാൻ പാടുണ്ടോ? ഇനി അടുത്ത് ഞാൻ കണ്ടത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആരോപണമാണ്. അതായത് VIP വരുമ്പോൾ അവർക്ക് പ്രത്യേക ഭക്ഷണം, കുട്ടികൾക്ക് വേറെ ഭക്ഷണം. അതിന്റെ ഒരു ഡീറ്റെയിൽസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്ന് അറിയണമെന്ന് വിചാരിച്ചിട്ട് ആ വീഡിയോ വീണ്ടും നോക്കിയിട്ട് എനിക്ക് അത് കാണാൻ പറ്റിയില്ല. പക്ഷെ ഇതാണ് ആരോപണമെങ്കിൽ ഞങ്ങളും വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൽ VIP വിളിച്ചിട്ടുണ്ട്. VIP വിളിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം അല്ല നമ്മൾ ഈ VIP കൊടുക്കുന്നത്, അവർക്ക് വേറെ ഭക്ഷണം തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഈ രാഷ്ട്രീയ ഉഡായിപ്പുകാർ ഇലക്ഷൻ എടുക്കുമ്പം ചെയ്യും, ഓടി വന്ന് ഒരേ പ്ലേറ്റിൽ നിന്ന് തിന്നും, കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കും. അത് വെറും രാഷ്ട്രീയ ഉഡായിപ്പാണ്. അത് ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അവർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തേ ഇല്ല. അപ്പൊ ആ ഒരു ലെവലിലോട്ട് ശ്രീ മുതുകാട് വരേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ നാട്ടു നടപ്പ് ഇങ്ങനെയാണ്, അതുപോലെ തന്നെ ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അടുത്തൊരു ആരോപണം, ശ്രീ മുതുകാട് ഒരു രക്ഷക പരിവേഷത്തില്, അതായത് അദ്ദേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ സംഗതികളെല്ലാം ഈ കുട്ടികൾക്ക് കിട്ടുന്നത്, ഒരു എന്താ പറയാ, ഒരു ദൈവത്തെ പോലെയാണ്, എൻ്റെ ഒരു ഔദാര്യം കൊണ്ടാണ് ഇതൊക്കെ കിട്ടുന്നത്, ആ രീതിയിൽ പെരുമാറുന്നു എന്നൊരു ആരോപണം. ഈ ആരോപണം ശരിയോ തെറ്റോ ആയിക്കോട്ടെ, ഞാൻ പറയുന്ന അതല്ല. നമ്മുടെ നാട്ടു നടപ്പ് എന്താണ്? ഇപ്പൊ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാല് നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണം, അതായത് നമ്മൾ അരി വാങ്ങിക്കുമ്പോഴും പഞ്ചസാര വാങ്ങിക്കുമ്പോഴുമുള്ള നികുതിയിൽ നിന്ന് കിട്ടുന്ന പണമാണ് ഈ സർക്കാരിന്റെ പൈസ. ഈ സർക്കാർ ആ പൈസ വെച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു എന്ന് വെച്ചോ, ആ ഉപകാരം ചെയ്യുമ്പോൾ ഭരണാധികാരികളുടെ പടം വെക്കുക, ഭരണാധികാരികളുടെ ഒരു ഔദാര്യം പോലെ അതിനെ കൊടുക്കുക, ഇത് നമ്മുടെ ഒരു നാട്ടു നടപ്പല്ലേ? അപ്പൊ ഇദ്ദേഹവും ശ്രീ മുതുകാടും നമ്മുടെ നാട്ടിലെ ഒരാളല്ലേ? അപ്പൊ അദ്ദേഹം നാട്ടു നടപ്പനുസരിച്ച് ചെയ്യുന്നു എന്നേ എനിക്കിതിൽ തോന്നിയിട്ടുള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഇത് സർക്കാർ ഫണ്ട് മാത്രം ഉപയോഗിച്ച് നടത്തുന്ന ഒരു സാധനം അല്ലല്ലോ, മുതുകാടിന്റെ ഒരുപാട് പൈസയും കൂടെ ഉൾപ്പെടെ നടത്തുന്ന ഒരു സ്ഥാപനമാണല്ലോ. പിന്നെ ഈ ആരോപണങ്ങൾ വന്നിരിക്കുന്നത് ആ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിട്ട ചില ജീവനക്കാരിൽ നിന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വി മസ്റ്റ് ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. കാരണം ഞാൻ പിരിച്ചുവിട്ട ജീവനക്കാര് ഇതേമാതിരി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പിരിച്ചു വിടാനുള്ള കാരണങ്ങൾ ഇല്ല എന്ന് ന്യായീകരിക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കുന്ന കുറെ സംഭവങ്ങളാണ്. അപ്പൊ അതാണോ ഇത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ആ ഒരു സംശയം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഇനി ഈ ഡിഫറെന്റ് ആർട്ട് സെന്ററിൽ ഫീസ് ഈടാക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അവിടെ അവിടെ ചില പ്രദർശനങ്ങൾ നടക്കുമല്ലോ കുട്ടികളുടെ, അവിടെ ഒരു എൻട്രി ഫീയും ഇല്ല, അതായത് ടിക്കറ്റ് ഇല്ല. പിന്നെ എങ്ങനെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നു? CSR ഫണ്ട് അത് കിട്ടും, പക്ഷെ അത് ഒരു കെട്ടിടം വയ്ക്കാൻ അല്ലെങ്കിൽ ഒരു ഉപകരണം വാങ്ങിക്കാൻ, ഒരു പരിപാടി നടത്താൻ, അല്ലാതെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക്, അതായത് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഈ CSR ഫണ്ട് വെച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റൂല. പിന്നെ ശ്രീ മുതുകാടിന്റെ മോട്ടിവേഷണൽ ടോക്കിൽ നിന്ന് കിട്ടുന്ന വരുമാനം മതിയോ? അതിനും വേണ്ടി വരുമാനമൊന്നും മോട്ടിവേഷണൽ ടോക്കിന് കിട്ടൂല, അതിന് യാതൊരു സംശയവും വേണ്ട. അപ്പൊ എങ്ങനെയാണ് ഓടിക്കുന്നത്? ഈ സ്ഥാപനം ഓടിക്കുന്നത് ഡൊണേഷൻ വഴിയാണ്. ഡൊണേഷൻ കിട്ടണമെങ്കിൽ ദൈന്യഭാവം കാണിക്കണം, അല്ലാതെ ഡൊണേഷൻ കിട്ടൂല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ വീൽ ചെയറിൽ വരികയാണ്, അപ്പൊ ഞാൻ വിചാരിക്കും കൊള്ളാമല്ലേ ഈ സ്ഥാപനം അയാൾക്ക് വീൽ ചെയർ കൊടുത്തു എന്നാണ് എൻ്റെ ഒരു ചിന്ത. അതേസമയം ആ ആൾ തന്നെ ഇഴഞ്ഞു വരികയാണ്, അപ്പൊ എൻ്റെ വിചാരം എന്താ, അയ്യോ പാവത്തിന്റെ വീൽ ചെയർ വാങ്ങാനെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു സംഭാവന കൊടുക്കണം. ഇതാണ് ഈ ഡൊണേഷന്റെ ഒരു സൈക്കോളജി. ഇത് ഒരു നാട്ടു നടപ്പാണ്. ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് ഹെൽത്തിലെ കാര്യം തന്നെ പറയാം. ഇപ്പൊ SMA എന്നൊരു അസുഖമുണ്ട്. അത് ഭേദമാവാത്ത ഒരു അസുഖമാണ്. അതിനൊരു മരുന്ന് കണ്ടുപിടിച്ചു, കോടിക്കണക്കിന് രൂപയാവും. അപ്പൊ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പ്രസിദ്ധീകരിച്ച ചിത്രങ്ങൾ ഈ കുട്ടിയുടെ വളരെ ദൈന്യമായ ചിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ മരുന്ന് വാങ്ങാനുള്ള പൈസ ക്രൗഡ് ഫണ്ടിങ്ങിൽ കൂടെ കിട്ടി, പക്ഷെ ദൈന്യഭാവം കാണിച്ചു, അങ്ങനെയാണ് ആ ഫണ്ട് കിട്ടിയത്. ഇനി വേറൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഈ എൻഡോസൾഫാൻ എന്ന് പറയില്ലേ, ഈ എൻഡോസൾഫാൻ കാരണം പലവിധ വൈകല്യങ്ങൾ വന്നു എന്നും പറഞ്ഞിട്ട് ദൈന്യമായിട്ടുള്ള കുറേ വൈകല്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ പല വൈകല്യങ്ങളും
എൻഡോസൾഫാൻ കൊണ്ടാണ് വന്നതെന്ന് തെളിവില്ലാത്തതാണ്, തെളിയിക്കപ്പെടാത്തതാണ്. അതുപോലും എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടു നടപ്പും ദൈന്യത കാണിച്ച് ഡൊണേഷൻ വാങ്ങുക എന്നുള്ളതാണ്. അതാണ് നാട്ടിൽ എല്ലായിടത്തും നടക്കുന്നത്. അപ്പൊ അത് മുതുകാടിന്റെ സ്ഥാപനത്തിൽ മാത്രം നടക്കരുത് എന്ന് പറയാൻ ഞാൻ ആളല്ല. പിന്നെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയുടെ പടവും ഈ പറഞ്ഞ മാതിരി ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പടത്തിൽ ഉൾപ്പെടുത്തി, ഡൊണേഷന് വേണ്ടിയിട്ടുള്ള പടത്തിൽ ഉൾപ്പെടുത്തി എന്നൊരു പരാതി വന്നിട്ടുണ്ട്. അത് വളരെ മോശമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അവരുടെ സമ്മതമില്ലാതെ അവരുടെ കുട്ടിയുടെ പടം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുതുകാട് ശിക്ഷിക്കപ്പെടും. കാരണം മുതുകാടിന് ഇതിൽ പറയാൻ പറ്റുന്നത് ഈ പരസ്യമൊക്കെ അദ്ദേഹം തന്നെത്താനല്ല ചെയ്യുന്നത്, ഓരോരുത്തരെ ഏൽപ്പിക്കുന്നതാണ്, അപ്പൊ പറ്റിപ്പോയതാണെന്നാണ് പറയാൻ നമുക്ക് പറ്റുന്ന ഏക കാര്യം. പക്ഷെ എങ്കിലും സ്ഥാപന മേധാവി ആ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരവാദിയാണ്. പക്ഷെ എങ്കിലും ഇതിന് ഞാൻ വേറൊരു വശം കൂടി കാണാം. സാമ്പത്തികമായിട്ട് വളരെ മുന്നോക്കം നിൽക്കുന്ന ഈ പേരന്റ് എന്തിനാണ് ഈ കുട്ടിയെ ഒരു സൗജന്യമായി പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഉണ്ടാക്കിയത്? കാശ് കൊടുത്താൽ ഇതെല്ലാം ഇതിനേക്കാളും മെച്ചമായിട്ട് പഠിപ്പിക്കുന്ന സെന്റേഴ്സ് ഉണ്ട്. വളരെ എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഉണ്ട്. അപ്പോ ഇവര് ഈ സൗജന്യ സെന്ററിൽ വരുന്നത് വഴി സാമ്പത്തിക ഇല്ലാത്ത ഒരാളിന്റെ സാധ്യതയും കൂടെ അല്ലേ ഇവർ കളഞ്ഞത്? അത് ചെയ്യാൻ പാടുണ്ടോ? അപ്പോ ഇതിൽ മുതുകാടിന്റെ ഭാഗത്തും തെറ്റുണ്ട്. എന്നാൽ ഈ കുട്ടിയെ ആ സ്ഥാപനത്തിൽ കൊണ്ടാക്കി അതായത് സൗജന്യമായി പഠിപ്പിക്കാനായിട്ട് മുതിർന്ന പേരന്റിന്റെ കയ്യിലും തെറ്റുണ്ട്. ഉദാഹരണമായിട്ട് വെള്ള കാർഡുള്ളവർ റേഷൻ കടയിൽ പോയി എല്ലാ അരിയും വാങ്ങിച്ച് തീർത്താൽ ഈ ചുമപ്പ് റേഷൻ കാർഡിന് അരി കിട്ടണ്ടേ? അപ്പൊ ആ ഒരു കോമൺ സെൻസും ഒരു എന്താ പറയാ സഹജീവികളോടുള്ള ഒരു അനുതാപവും വേണം. ഇനി ഈ ഇന്റർവ്യൂ അഥവാ നമ്മൾ ഓഡിഷൻ എന്നൊക്കെ പറയില്ലേ, അതുവഴി തിരഞ്ഞെടുക്കപ്പെടുന്നത് അർഹിക്കുന്നവരല്ല. അതായത് വലിയ വൈകല്യം കൂടിയവരല്ല, അല്ലെങ്കിൽ വലിയ സാമ്പത്തികം കുറഞ്ഞവരല്ല എന്നാണ് ഒരു പരാതി. ഈ പരാതി പരിശോധിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ശ്രീ മുതുകാട് നടത്തുന്ന ഈ ഡിഫറൻറ്റ് ആർട്സ് സെന്റർ എന്ന് പറയുന്നത് ഒരു ചികിത്സാ കേന്ദ്രമല്ല, ഒരു പുനരധിവാസ കേന്ദ്രവുമല്ല. അവിടെ ഒരാളിന് ഒരു വൈകല്യമുള്ള കുട്ടിയെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈകല്യം കുറഞ്ഞു കിട്ടുമെന്ന് വിശ്വസിക്കാനേ പാടില്ല. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും. പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവർക്ക് ഏതെങ്കിലും എന്താ പറയുക കലാപരമായ വാസന ഉണ്ടെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതാണ് അവിടെ ചെയ്യുന്നത്. അല്ലാതെ ഈ വൈകല്യങ്ങൾ ശരിയാക്കാനാണെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ പോകണം. അതിന് ആർട്ട് സെന്ററിലല്ല വരേണ്ടത്. അപ്പൊ ആർട്ട് സെന്ററിൽ നമ്മളൊരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഓഡിഷൻ കഴിഞ്ഞ് ഒരാളിനെ സെലക്ട് ചെയ്യുമ്പോൾ വൈകല്യം താരതമ്യേന കുറഞ്ഞ ആളിനെ ആയിരിക്കും സെലക്ട് ചെയ്യപ്പെടുന്നത്. കാരണം അവർക്ക് മാത്രമേ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് മനഃപൂർവ്വം വലിയ പ്രശ്നങ്ങളുള്ള കുട്ടികളെ തഴയുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പിന്നെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ? ഈ വൈകല്യമുള്ള കുട്ടികളിലുള്ള ചെറിയ ചെറിയ വാസനകൾ കണ്ടെത്തി കുറച്ചൊക്കെ പരിപോഷിപ്പിക്കാൻ കഴിയുന്നത് ഈ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നവരാണ്. ആ കുട്ടികൾ ഇവിടെ ഒരു ഓഡിഷനോ ഇന്റർവ്യൂവിനോ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു വിദേശത്ത് താമസമാക്കിയ ആളിന്റെ കാര്യം പറഞ്ഞതുപോലെ അവർ സെലക്റ്റഡ് ആവും. അപ്പൊ അതൊരു വിവേചനം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഒരു കഴിവുള്ള കുട്ടി, അതായത് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ കലാപരമായ ഒരു കഴിവ് കണ്ടെത്തിയ ഒരു കുട്ടിയെ എന്തിനിവിടെ ഇങ്ങനെ പരിശീലിപ്പിക്കുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ന്യായമാണ് ചോദ്യം. അതായത് ഈ കുട്ടികൾ, വൈകല്യമുള്ള കുട്ടികൾ സാധാരണ കുട്ടികളുടെ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ അവർക്ക് ഒരിക്കലും സാധാരണ കുട്ടികളെക്കാളും മെച്ചമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊരു സ്റ്റേജ് കിട്ടാൻ സാധ്യതയില്ല. അതേസമയം ഇവിടെ ഇദ്ദേഹത്തിന്റെ ശ്രീ മുതുകാടിന്റെ സ്ഥാപനത്തിൽ അവർക്കൊരു സ്റ്റേജ് കിട്ടും. അതാണ് ഇതിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രയോജനം. പിന്നെ ഈ സ്റ്റേജിൽ അവർ പെർഫോം ചെയ്യുമ്പോൾ ഒരു ചെറിയ എമൗണ്ട് അവർക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പൊ അവർക്കൊരു സന്തോഷമാവും. സ്വയം ജോലി ചെയ്ത് സമ്പാദിച്ചു എന്നൊരു എന്താ പറയുക ആത്മാഭിമാനം വരും. ഇങ്ങനെ ചെയ്യാതെ ഈ വൈകല്യമുള്ള എല്ലാ കുട്ടികളെയും സ്വീകരിച്ചിട്ട് എല്ലാവർക്കും ഒരു ചെറിയ ലെവൽ ഇംപ്രൂവ്മെന്റ് കൊടുത്തൂടെ എന്ന് ചോദിക്കും. അത് ഏറ്റവും തെറ്റായ ഒരു സമീപനമാണ്. ഇപ്പൊ സകലമാന പേർക്കും A+ കൊടുത്തിട്ടും സ്വയം പേരെഴുതാൻ അറിഞ്ഞുകൂടാതിരുന്നിട്ട് എന്താ കാര്യം?
ഇംഗ്ലീഷിൽ PhD വാങ്ങിച്ചിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടായിരുന്നിട്ട് എന്ത് കാര്യം? ആ ഒരു ലെവലിലോട്ട് ശ്രീ മുതുകാടിന്റെ സെന്റർ അധപ്പതിക്കരുത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. മറ്റൊരു പ്രധാന ആരോപണം, അത് വലിയൊരു പ്രധാന ആരോപണമാണ്. അത് ഈ ശ്രീ മുതുകാടിന്റെ സെന്റർ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലത്ത്, അതായത് കിൻഫ്ര പാർക്കിന്റെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതുകൂടാതെ സർക്കാരിന്റെ ഗ്രാന്റും സ്വീകരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് പൈസ മിസ്അപ്രോപ്രിയേഷൻ ഉണ്ടോ എന്ന് പൊതുജനങ്ങൾക്ക് പരിശോധിക്കാൻ തീർച്ചയായിട്ടും അധികാരമുണ്ട്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ മുതുകാട് സർക്കാരിനോട് അപേക്ഷിച്ച് സർക്കാർ കൊടുത്ത പൈസയായിരിക്കണം അത്, അല്ലെങ്കിൽ സർക്കാർ കൊടുത്ത സ്ഥലമായിരിക്കണം. ശ്രീ മുതുകാടിന് ഈ സംസാരം വഴി ആകർഷിക്കാൻ കഴിവുള്ളത് കൊണ്ട് ചിലപ്പോൾ സർക്കാരിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റി കാണുമായിരിക്കും. പക്ഷെ എന്നാലും പൈസ കൊടുത്തത് സർക്കാരാണ്, സ്ഥലം കൊടുത്തത് സർക്കാരാണ്. അപ്പൊ അതിൽ അഴിമതി ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ സർക്കാരിനോടല്ലേ ചോദിക്കേണ്ടത്? അത് നമ്മളെങ്ങനെ മുതുകാടിനോട് ചോദിക്കാൻ പറ്റുക? അപ്പൊ അത് സർക്കാർ തന്നെ ഒരു ഓഡിറ്റ് നടത്തി ഇതിലെന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് കണ്ടുപിടിക്കണം. അത് സർക്കാരിന്റെ ജോലിയാണ്. പിന്നെ ഈ വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ട സ്ഥാപനങ്ങളും ആശുപത്രികളും ഉണ്ടാക്കാനുള്ള ഫണ്ട് ശ്രീ മുതുകാട് അടിച്ചു മാറ്റി എന്നൊരു ആരോപണമുണ്ട്. ആ ആരോപണത്തിൽ തീരെ കഴമ്പില്ല. കാരണം അങ്ങനെ ഒരു സർക്കാർ ഫണ്ട് ആർക്കും അടിച്ചു മാറ്റാനൊന്നും നോക്കില്ല. ഇത് സർക്കാർ തീരുമാനിച്ച് കൊടുത്തതാണ്. അപ്പൊ അത് തെറ്റാണോ ശരിയാണോ എന്ന് സർക്കാരിനോടാണ് നമ്മൾ ചോദിക്കേണ്ടത്, അത് ശ്രീ മുതുകാടിനോടല്ല ചോദിക്കേണ്ടത്. പിന്നെ ഈ ഫണ്ട് കൊടുത്തിരിക്കുന്നത് തന്നെ ആരാണ്? നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത നമ്മുടെ പ്രതിനിധികളല്ലേ. അപ്പൊ നമ്മൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. ശരിക്ക് നമ്മൾ ആലോചിച്ചാൽ. ഇനി അടുത്ത എൻ്റെ ഒരു ഒപ്പീനിയൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ജോലി ചെയ്യാൻ കഴിയാത്ത വിധം വൈകല്യമോ അസുഖമോ ഇല്ലാത്ത എല്ലാവരും ഉപജീവനത്തിനായിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്യണം. ഇത് എന്റെ അഭിപ്രായമല്ല, കമ്മ്യൂണിസം തന്നെ അതാ പറയും. ശ്രീ മുതുകാട് ഇപ്പൊ ചെയ്തിരിക്കുന്നത് എന്താണ്? മാജിക് ഉപേക്ഷിച്ചു. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ ഡിഫറെന്റ് ആർട്ട് സെന്ററിൽ നിന്ന് പ്രത്യേകിച്ച് ശമ്പളമൊന്നും വാങ്ങുന്നില്ല. ഈ മോട്ടിവേഷണൽ സ്പീച്ചിൽ കിട്ടുന്ന എന്താ പറയുക വരുമാനവും ഒട്ടുമുക്കാലും ഈ ആർട്ട് സെന്ററിൽ കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ മോട്ടിവേഷണൽ സ്പീച്ചിന് അത്ര വലിയ വരുമാനമൊന്നും കിട്ടൂല. മാജിക്കിന് പണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും ഇതിലോട്ട് കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് ജീവിക്കണ്ടേ? അദ്ദേഹത്തിനൊരു ഫാമിലി ഉണ്ട്. അദ്ദേഹത്തിന്റെ മകൻ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന പ്രകാരം വിദേശത്ത് പഠിക്കുകയാണ്. ഇതിനൊരു ചെലവില്ലേ? ഇതെവിടെ നിന്ന് വരും? സ്വയം വരുമാനമില്ലാത്ത ഒരാളിന് ഇതെവിടെ നിന്ന് വരും? ഈ ഒരു ചോദ്യം ആൾക്കാരുടെ മനസ്സിൽ വന്നാൽ അതിനെങ്ങനെ ആൾക്കാരെ കുറ്റം പറയാൻ പറ്റും? ഒരിക്കലും പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പല രാഷ്ട്രീയ നേതാക്കളും യാതൊരു പണിയും ചെയ്യാത്തവരാണ്. ഉപജീവനത്തിനായിട്ട് വരുമാനം ഉണ്ടാക്കുന്ന ഒരു പണിയും ചെയ്യുന്നില്ല, പക്ഷെ അവർ സുഭിക്ഷമായി ജീവിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് പറയും? ഇത് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുകയാണ്, മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെ ഫലം ഇവരനുഭവിക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറയും. ഇതേ സംസാരം ശ്രീ മുതുകാടിന് എതിരെയും വന്നേ പറ്റൂ. കാരണം എവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബം നടത്താനുള്ള വരുമാനം എന്നുള്ളത് നമുക്കറിയണ്ടേ? അദ്ദേഹം ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ ശ്രീ മുതുകാട് ഈ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ സംശയം ഉടനെ മാറ്റണം. അതിനെന്താ ചെയ്യണ്ടേ? അദ്ദേഹം മാജിക് പുനരാരംഭിക്കണം. അത് എൻ്റെ വളരെ വ്യക്തമായ അഭിപ്രായമാണ്. ഇതുപോലെ സ്ഥാപനം നടത്തിക്കാൻ പ്രത്യേകിച്ച് ശ്രീ മുതുകാടിനെ പോലെ പ്രത്യേക കഴിവുള്ള ആളിന്റെ ആവശ്യമില്ല. എന്നെ പോലെ ആരെങ്കിലും മതി, അത് സർക്കാർ നിയമിക്കട്ടെ ആരെങ്കിലും. ശ്രീ മുതുകാടിന് ഒരു സോഴ്സ് ഓഫ് ഗുഡ് ഇൻകം കാണിക്കാനുണ്ടെങ്കിൽ പിന്നെ ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഈ ആരോപണങ്ങളുടെ 50% അവിടെ വെച്ച് തീരും. ശരിക്കും നമ്മൾ ഓരോരുത്തരും ഓരോ പ്രത്യേക കഴിവുകൊണ്ട് ജനിക്കുന്നുണ്ട്, ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ കഴിവ് പലരും കണ്ടെത്തുന്നില്ല. അപൂർവമായിട്ട് കണ്ടെത്തുന്ന വ്യക്തികളിൽ ഒരാളാണ് ശ്രീ മുതുകാട്. അദ്ദേഹത്തിന്റെ മാജിക്കിലുള്ള കഴിവ് കണ്ടെത്തുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അത് ശ്രീ മുതുകാടിനെ ചെയ്യാൻ പറ്റും, വേറൊരാളിന് ആ മാജിക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ഇനിയും തേച്ച് മിനുക്കി നമ്മുടെ എന്താ പറയുക കൈയടക്കം പ്രായം കൊണ്ട് കൈയടക്കം ഇല്ലാണ്ടാകുന്നത് വരെ അദ്ദേഹം ഇത് ചെയ്യണം എന്നാണ് എൻ്റെ വളരെ കൃത്യമായ അഭിപ്രായം. കാരണം ദൈവം എന്നൊരാളുണ്ടെങ്കിൽ ദൈവം തന്ന ഈ ഒരു കഴിവ് ഉപയോഗിക്കാതിരിക്കുന്നത് ദൈവ നിന്ദയാണ്. നമുക്കെല്ലാം അറിയാന്നുള്ള അതുപോലെ പാട്ടാണ് തന്റെ നിയോഗം എന്ന് തിരിച്ചറിഞ്ഞ ശ്രീ യേശുദാസ്
അദ്ദേഹം എന്തൊക്കെ ത്യാഗമാ സഹിക്കുന്നത്. ഐസ്ക്രീം പോലും കഴിക്കൂല, ശബ്ദം പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തപസ്യയായിട്ടാണ് അദ്ദേഹം. ആ ഒരു തപസ്യയാണ് നാം എന്നെ പോലെയുള്ള ആ പൊതുജനം ശ്രീ മുതുകാടിൽ നിന്നും പ്രതീക്ഷിക്കും. അപ്പൊ ഞാൻ എങ്ങനെ ചാരിറ്റി ചെയ്യും എന്ന് ശ്രീ മുതുകാട് ആലോചിക്കേണ്ട കാര്യമുണ്ട്. മാജിക്കിൽ നിന്നും പൈസ വരും, ആ പൈസയിൽ ഒരു ഭാഗം നമുക്ക് ചാരിറ്റിക്ക് ഉപയോഗിക്കാമല്ലോ. പിന്നെ ശ്രീ മുതുകാടിന്റെ പല ഇന്റർവ്യൂവിലും ഞാൻ കണ്ടിട്ടുള്ളത്, ഒന്ന്, ഞാൻ വീട് വിറ്റ് ആ പൈസ ഈ ആർട്ട് സെന്ററിന് കൊടുത്തു, 30 സെന്റ് ഉണ്ടായിരുന്നത് വിറ്റ് ആർട്ട് സെന്ററിന് കൊടുത്തു, മാജിക്കിലെ ഏണിങ്ങിന്റെ സിംഹഭാഗവും ഇവിടെ കൊടുത്തു. ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ചീപ്പാണ്. നമ്മുടെ ഈ രാഷ്ട്രീയക്കാരാണ് ഇമാതിരി ഒന്ന് ചെയ്തിട്ട് 10 പറഞ്ഞു നടക്കുന്നത്. ആ ഒരു ലെവലിലോട്ട് ശ്രീ മുതുകാട് തരം താഴരുത് എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. കാരണം ചാരിറ്റി ചെയ്യുമ്പോൾ ചാരിറ്റിയിലൂടെ ഞാൻ അറിയപ്പെടണം എന്നുള്ള ഒരു സെൽഫിഷ് മോട്ടീവ് പാടില്ല. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു മനുഷ്യൻ. ഇദ്ദേഹം ഇന്റർനാഷണലായിട്ട് അറിയപ്പെടുന്ന ആളാണ്. ഇവിടെ ഒരു ആർട്ട് സെന്റർ നടത്തിയാൽ എത്ര പേരെ അറിയാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹം ഇന്റർനാഷണലായിട്ട് അറിയപ്പെടുന്നത്. ഇനി എനിക്ക് ശ്രീ മുതുകാടിനോട് പറയാനുള്ള ഒരു പ്രധാന കാര്യം, ഇപ്പൊ സാമ്പത്തിക ആരോപണം ഓൾറെഡി വന്നു കഴിഞ്ഞു. ഒരാളിനെ ഒതുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് ഈ ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്നത്. ഒന്ന് സാമ്പത്തിക ആരോപണം, ലൈംഗിക ആരോപണം, പിന്നെ ജാതി അധിക്ഷേപം. ഇപ്പൊ സാമ്പത്തിക ആരോപണം വന്ന സ്ഥിതിക്ക് മറ്റൊരു 2 ഉടനെ വരും. അപ്പൊ അത് വരാനും വേണ്ടി താങ്കൾ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കണോ? ഇത് വളരെ സീരിയസ് ആയിട്ട് താങ്കൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. സ്ഥാപനം പൂട്ടിക്കുക, സംരംഭകരെ ഓടിക്കുക, ഇതൊക്കെ ഒരു കേരള സ്റ്റൈലാണ്. അപ്പൊ അത് എന്തായാലും ഇവിടെ സംഭവിക്കും, അതിന് സംശയം വേണ്ട. അതുകൊണ്ട് ശ്രീ മുതുകാട് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ശരിക്കും പറഞ്ഞാൽ ചില ഈ ഉടായിപ്പ് പിള്ളേരൊഴിച്ച് ബാക്കി മിടുക്കന്മാരായ പിള്ളേരെല്ലാം ഇപ്പോ പഠിക്കാനായിട്ട് വിദേശത്ത് പോകുന്നു, അല്ലെങ്കിൽ പഠിച്ചാൽ ഉടനെ വിദേശത്തോട്ട് പോകും. അവരാരും തന്നെ ഇവിടെ കേരളത്തിൽ തങ്ങി നിൽക്കുന്നവരല്ല. നമ്മൾ ഈ കുട്ടികളുടെ കാര്യം പറയേണ്ട കാര്യമില്ല, നമുക്ക് ഗുരുസ്ഥാനീയരായ ആൾക്കാരുടെ കാര്യം തന്നെ ആലോചിക്കാം. ശ്രീ യേശുദാസ്, അദ്ദേഹം ഡിക്കേഡ്സ് ആയിട്ട് അമേരിക്കയില്ല, ഇവിടെ എങ്ങും വരാറില്ല, പാടുന്നു തന്നെ അവിടുന്ന് പാടി ഇങ്ങോട്ട് അയക്കുന്നു. അതുപോലെ വിദേശങ്ങളിൽ അറിയപ്പെടുന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്രീ മുതുകാട്. അദ്ദേഹത്തിനും വേണമെങ്കിൽ വിദേശത്ത് താമസിക്കണോ ഇല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ കാര്യം. പക്ഷെ ദേശത്തിലും വിദേശത്തിലും അദ്ദേഹത്തിന്റെ തൊഴിൽ കാണിക്കണം, അതിൽ വരുമാനം ഉണ്ടാകണം. അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ചാരിറ്റി കൊടുക്കാം. ഈ വൈകല്യമുള്ളവരെയൊക്കെ ഡിഫറൻറ്റ്ലി ഏബിൾഡ് എന്ന് വിളിക്കുന്ന ഒരു ഉടായ്പ പരിപാടിയുണ്ട്. ശരിക്കും ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മെഡിസിനിലെ കാര്യം തന്നെ പറയാം, ഞാൻ ഡോക്ടർ ആയതുകൊണ്ട്. ഈ ക്വാഡ്രിപ്ലേജിക് സെറിബ്രൽ പാൾസി എന്ന് വെച്ചു, അത് കുട്ടി ഒന്നും അറിയുന്നില്ല, കുട്ടിക്ക് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, അങ്ങനെ കിടക്കുക. അതിന് ഡിഫറൻറ്റ്ലി ഏബിൾഡ് എന്ന് പറഞ്ഞാൽ എന്ത് എബിലിറ്റിയാണ് അയാൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ളത്? ചുമ്മാ ഇങ്ങനെ വാദ്യം അടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഒരു വൈകല്യമുള്ള ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു എബിലിറ്റി നമ്മൾ കൊടുത്താൽ അപ്പോഴേ അവൻ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആവുള്ളൂ. അപ്പൊ അവരെ മാത്രമേ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ട് വിളിക്കാവുള്ളൂ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പോ വൈകല്യമുള്ള കുട്ടികൾക്ക് ചില എബിലിറ്റികൾ കൊടുക്കുന്ന സെന്റേഴ്സിൽ ഒരെണ്ണമാണ് ഈ എന്താ പറയുക ഡിഫറൻറ്റ് ആർട്ട് സെന്റർ എന്ന് പറഞ്ഞ് ശ്രീ മുതുകാട് നടത്തുന്നത്. ആ സ്ഥാപനം പൂട്ടിച്ചാല്, അതുപോലെ ഒരു സ്ഥാപനം സർക്കാർ തുടങ്ങിയില്ലെങ്കിൽ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഡിസേബിൾഡ് ആയിട്ട് തുടരും. അവരൊരിക്കലും ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആവില്ല. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.